എന്റെ കയ്യിൽ രണ്ട് ഫോൺസ് ഇരിപ്പുണ്ട്. ഒന്നിൽ UFS 2.2ഉം ഒന്നിൽ UFS 3.1. ചിലർ പറയുന്നത് ഒരു വർഷമൊക്കെ UFS 2.2 ഉള്ള ഫോൺ യൂസ് ചെയ്താൽ ലാഗ് ആവും, പിന്നെ ക്യാമറ ആപ്ലിക്കേഷൻ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ലാഗ് ആവും, പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ സ്ലോ ആണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് ടെക്നിക്കലി കറക്റ്റ് ആണ്, പക്ഷെ ആക്ച്വലി കറക്റ്റ് അല്ല. അപ്പോൾ അതും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആൻഡ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് CMFന്റെ ഫോൺ 1 ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് Oppo K13 ആണ്. ഇതിൽ വന്നിട്ട് UFS 2.2ഉം ഇതിൽ വന്നിട്ട് UFS 3.1ഉം ആണ്. ഈ രണ്ട് സ്റ്റോറേജ് ടൈപ്പും ലോഞ്ച് ആയത് 2020 തന്നെയാണ്. അതായത് ഒരു വർഷം ഇറങ്ങിയ രണ്ട് സ്റ്റോറേജ് ടൈപ്പിനെയാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ രണ്ട് സ്റ്റോറേജിനും അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളും ഉണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആൻഡ് ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 100K സബ്സ്ക്രൈബർ ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള UFS 3.1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു പ്രൈസ് പോയിന്റ് ഞാൻ എടുത്തിട്ടുള്ളത് 20,000 റുപ്പീസിനകത്തുള്ള ഫോൺസിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പല 30,000 റുപ്പീസ് ഉള്ള ഫോണും അല്ലെങ്കിൽ 35,000 റുപ്പീസ് ഉള്ള ഫോണിലും UFS 3.1ഉം വരുന്നുണ്ട്, 2.2ഉം വരുന്നുണ്ട്. സോ അതിലൊരു ക്ലിയർ ആൻസർ പറഞ്ഞുതരാം. ആക്ച്വലി ഈ ഒരു ഫോണിന്റെ ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ റിസൾട്ട് അത്ര മാത്രം ഇംപ്രസീവ് അല്ലായിരുന്നു ഫസ്റ്റ് ടെസ്റ്റിൽ. ആൻഡ് ഫസ്റ്റ് ടെസ്റ്റിൽ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 74,000 ആണ്. അത് ആക്ച്വലി വളരെ കുറവാണ്. UFS 3.1 വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഞാൻ പിന്നെ ഈ ഒരു ഫോൺ ജസ്റ്റ് ഒന്ന് വാമായിരുന്നു, അതിനൊന്ന് കൂൾ ഡൗൺ ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി UFS 3.1ന്റെ സ്കോർ കിട്ടി തുടങ്ങിയത്. ആൻഡ് സെക്കൻഡ് ടെസ്റ്റിൽ എനിക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 95,000 ആണ്. ആൻഡ് മൂന്നാമത് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 99,000ന്റെ റേഞ്ചിൽ കിട്ടി. ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 97,000ന്റെ റേഞ്ചിലാണ് ഇതിന്റെ സ്കോർ വന്നിട്ടുള്ളത്. അതേ സമയത്ത് നമ്മുടെ UFS 2.2 ഉള്ള ഫോൺ ടെസ്റ്റ് ചെയ്തപ്പോഴും വേറൊരു ലെവൽ സ്കോർ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ആക്ച്വലി ഇതിന്റെ സ്കോർ ഒട്ടും തന്നെ മോശമല്ല, അല്ലെങ്കിൽ ഒട്ടും തന്നെ ബാക്കിലോട്ടല്ല. എനിക്കിത് ഫസ്റ്റ് ടൈം ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ 88,000ന്റെ റേഞ്ചിലാണ് ഇതിന്റെ സ്കോർ കിട്ടിയത്. രണ്ടാമത് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 91,000ന്റെ റേഞ്ചിൽ ഇതിന്റെ സ്കോർ പോയി. മൂന്നാമത് ടെസ്റ്റ് ചെയ്തപ്പോഴും ഒരു 80 റേഞ്ച് തന്നെയാണ്. നാലാമത് ടെസ്റ്റ് ചെയ്തപ്പോഴും 80,000ന്റെ റേഞ്ച് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിന്റെ പെർഫോമൻസ് ഒട്ടും മോശമല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്കോർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ബാക്കിലല്ല UFS 3.1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിന്റെ രണ്ടിന്റെയും ഹയസ്റ്റ് സ്കോർ നോക്കുകയാണെങ്കിൽ UFS 3.1 നിന്ന് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയത് 99,000 റേഞ്ചിലുള്ള ഒരു സ്കോർ ആണ്. ആൻഡ് UFS 2.2 നോക്കുകയാണെങ്കിൽ എനിക്ക് 91,000ന്റെ റേഞ്ചിലാണ് നമുക്ക് ഇതിന്റെ സ്കോർ മാക്സിമം കിട്ടിയിട്ടുള്ളത്. ആക്ച്വലി ഞാൻ നെറ്റ് ചെയ്ത് വേറൊന്നുമല്ല, ഇതിന്റെ രണ്ടിന്റെയും റാൻഡം ആക്സസ് സ്പീഡിൽ നോക്കിയപ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. UFS 2.2 ഉള്ള ഫോണ് UFS 3.1 ഉള്ള ഫോണിനെയും കാട്ടും റാൻഡം ആക്സസ് സ്പീഡ് ചെക്ക് ചെയ്യുമ്പം ഫാർ ബെറ്റർ ആണ്. ഒരു കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ഇതിൽ വന്നിട്ട് 57,000 റേഞ്ചിലാണ് ഇതിന്റെ റാൻഡം ആക്സസ് സ്പീഡ് എങ്കിൽ ഇതിൽ വന്നിട്ട് 50,000 റേഞ്ചിലാണ് ഇതിന്റെ റാൻഡം ആക്സസ് സ്പീഡ്. ഇപ്പോൾ സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റാൻഡം ആക്സസ് സ്പീഡ് നോക്കുമ്പോൾ UFS 2.2ലാണ് ബെറ്റർ. അപ്പോൾ പലർക്കും ഒരു ഡൗട്ട് വരും, ഈ ഒരു UFS സ്റ്റോറേജിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് റാൻഡം ആക്സസിന്റെ ഒരു സ്കോർ കാണിക്കണേന്ന്. ഇപ്പോൾ സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ ലോഡ് ചെയ്യാൻ നേരത്തും അങ്ങനത്തെ ബേസിക് ടാസ്കിനൊക്കെ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഈ ഒരു ഫോണിൽ അത് കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു UFS 2.2 വരുന്ന ഫോൺ അല്ലേ ഈ ഒരു 3.1നെയും കാട്ടും ബെറ്റർ. അവിടെയും ചെറിയൊരു കോംപ്ലക്സ് ആൻസർ ആണ് എനിക്ക് പറയാനുള്ളത്. ഒരു സാധാരണക്കാരൻ എന്തായാലും ഈ രണ്ട് ഫോണിന്റെ സ്റ്റോറേജ് ടൈപ്പിന്റെയും വ്യത്യാസം അറിയാൻ പോകുന്നില്ല. ഇനിയിപ്പോ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു വർഷമൊക്കെ UFS 2.2 ഉള്ള ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലാഗ് ആവും, ഭയങ്കര പ്രശ്നമായിരിക്കും, നിങ്ങൾക്ക് ഒട്ടും തന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വീണ്ടും വീണ്ടും അപ്ഗ്രേഡ് ചെയ്യണമെന്നൊക്കെ പറയും. അപ്പൊ ആക്ച്വലി അതൊരു വളരെ വലിയൊരു മിത്താണ്. ഈ ഒരു ഫോണിൽ UFS 2.2 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആൻഡ് ഈ ഒരു ഫോൺ കഴിഞ്ഞ ഒരു വർഷം അടുപ്പിച്ച്, ഒരു വർഷമായിട്ടില്ല എങ്കിലും ഒരു 10-11 മാസം ഈ ഒരു ഫോൺ ഞാൻ യൂസ് ചെയ്തു. ആൻഡ് ഇതിൽ UFS 2.2 ആണ്. ഞാൻ നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്നെ പോലത്തെ യൂസറിന് ഇതുവരെയും ഈ ഒരു സ്റ്റോറേജ് ടൈപ്പ് കാരണം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതായത് ഒരു സാധാരണക്കാരന് UFS 2.2 എടുത്താലും 3.1 എടുത്താലും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ജസ്റ്റ് പറയാവുന്നതേ ഉള്ളൂ, UFS 2.2 കാട്ടും ഒക്കെ ബെറ്റർ ആണ് UFS 3.1 എന്ന്. ഓൺ പേപ്പർ യെസ് UFS 3.1 തന്നെയാണ് ബെറ്റർ UFS 2.2നെയും കാട്ടും. പക്ഷെ ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഇതിന്റെ ഒരു പെർഫോമൻസും ഇതിന്റെ ഒരു ഡിഫറൻസും നമ്മൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അത്ര കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ല. ഇനിയിപ്പോൾ അടുത്ത ഡൗട്ടാണ്, UFS 3.1 നമുക്ക് 15,000 മേടിക്കാൻ പറ്റും, 15,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു പ്രൈസിനൊക്കെ UFS 3.1 ഉള്ളതുകൊണ്ട് അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ എന്റെ ആൻസർ എന്ന് പറയുന്നത് അവിടെയും ചെറുതായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഈ ബ്രാൻഡ്സ് എങ്ങനെ ഈ ഒരു സ്റ്റോറേജ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യും എന്നുള്ളതിൽ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഒരു ഫോണിൽ CMF നല്ലോണം ഇതിന്റെ സ്റ്റോറേജ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നല്ല സ്കോർ നമുക്ക് ഇതിൽ കിട്ടുന്നത്. അതേസമയത്ത് ഓപ്പോ നോക്കുകയാണെങ്കിൽ നല്ല 2
ട്യൂണിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, അതിലും വേറെ ഡൗട്ട് ഇല്ല. എന്നാൽ ചില ഫോണിൽ നമുക്ക് UFS 3.1 വന്നാലും അതിന്റെ പെർഫോമൻസ് ഈ ഒരു 2.2ന്റെ അത്ര ബെറ്റർ ആയിരിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഈ ഫോണിന്റെ UFS ടൈപ്പ് സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് അതിൽ എത്രയാണോ സ്കോർ കിട്ടുന്നത് ആ ഒരു സ്കോർ മെയിൻ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് മാത്രം ഈ ഒരു സ്റ്റോറേജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഇതിപ്പോ UFS 2.2നെ വെള്ള പൂശുന്നതല്ല, ഒരു റിയാലിറ്റി പറഞ്ഞതാണ്. ബ്രാൻഡ്സ് UFS 3.1 കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UFS 3.1 കൊടുക്കണം. എന്നാൽ ഒട്ടും ഒപ്റ്റിമൈസ് ചെയ്യാതെ UFS 3.1 തരുന്നതിനെക്കാട്ടും ബെറ്റർ ആണ് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള UFS 2.2 തരുന്നത്. ആൻഡ് വേറൊരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ചില ഫോൺസിൽ UFS 2.2 ആണ് ആൻഡ് അത് ഒരു വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ മേടിച്ച ഉടനെ നല്ല ലാഗ് ആയിട്ട് ഫീൽ ചെയ്യും, ക്യാമറ ആപ്ലിക്കേഷൻ വളരെയധികമായിട്ട് ലാഗ് ആവും. ഇത് ചില മോട്ടറോള ഫോൺസിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിന് പല റീസൺസും പലരും പറയുന്നത് അത് UFS 2.2 ആയതുകൊണ്ടാണെന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ UFS 2.2 ഉള്ള എല്ലാ ഫോണും ലാഗ് ആവണ്ടേ? ആക്ച്വലി അതിന്റെ ആൻസർ എന്ന് പറയുന്നത് UFS മാത്രമല്ല, ഫോണിന്റെ സോഫ്റ്റ്വെയർ ഏതാണ്, ഫോണിന്റെ ചിപ്സെറ്റ് ഏതാണ്, പിന്നെ UFSന്റെ ടൈപ്പ് ഇമ്പോർട്ടന്റ് ആണ്, റാമിന്റെ ടൈപ്പ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഒരുപാട് കാര്യത്തിന്റെ ഒപ്റ്റിമൈസേഷൻ ആണ് ആ ഒരു ഫോൺ എങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ളത്. ഒരു ബ്രാൻഡ് നല്ല രീതിയിൽ ആ ഒരു ഫോണിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ക്യാമറ ആപ്ലിക്കേഷൻ ലാഗ് ആവും, അല്ലെങ്കിൽ അതിന്റെ ചിപ്സെറ്റ് പവർഫുൾ അല്ലെങ്കിലും ഈ ഒരു കാര്യങ്ങൾ സംഭവിക്കാം. അല്ലാതെ UFS 2.2 ഉള്ളത് കൊണ്ട് മാത്രം ആ ഒരു ഫോണിന് ലാഗ് വരണമെന്നില്ല. അപ്പോൾ ഈ ഒരു Oppo K30ന്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഐ ബട്ടണിൽ വീഡിയോ കൊടുത്തേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.